ഹായ് സുഹൃത്തുക്കളെ, വ്യാഴം നേർരേഖയിൽ വരികയാണ്. ഈ മാർച്ച് 11 രാവിലെ 8:58 AM, അതായത് 11 മാർച്ച് 2026. 2025 നവംബർ 11 ഈ വ്യാഴം വക്രത്തിൽ പോയത്. അപ്പം വക്രത്തിൽ പോയി, പക്ഷേ ഇപ്പോൾ അത് തിരിച്ചു വന്നു. ഇവിടെ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് നോട്ട് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ വക്രത്തിൽ പോവുക എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് നല്ലതാണ്, ചില ആൾക്കാർക്ക് അത് ഇച്ചിരി ഡിലേ ആകും കാര്യങ്ങൾ. അതിൻ്റെ ബേസിക്കായിട്ടുള്ള തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസിക് ബർത്തിയാട്ടം, നമ്മുടെ ബർത്തിയാട്ടിലെ ഈ വ്യാഴം വക്രത്തിലാണോ എന്ന് നോക്കണം. അങ്ങനെ ഉണ്ടെന്നൊരു വക്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ടുള്ള ഗുണങ്ങൾ കിട്ടും. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷന് വേണ്ടി നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞാണ്. അതേമാതിരി നമുക്ക് ഇതിനെ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഒന്ന് ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പല രീതിയിൽ നമുക്കൊരു എൻകറേജ്മെൻറ്റുമാണ് നിങ്ങളുടെ ആ ഭാഗത്തുനിന്ന് കിട്ടുന്നത്. ഈ വ്യാഴം മാറുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് നല്ല രീതിയിലുള്ള ഗുണങ്ങൾ, നമ്മുടെ അനുകൂലമായിട്ടുള്ള നമ്മുടെ ബർത്തിയാട്ടിൽ വ്യാഴം നല്ല പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമ്പത്തും ഐശ്വര്യവും എല്ലാം കൊണ്ടുത്തരും. പ്രത്യേകിച്ച് ജോലി, ഫൈനാൻസ്, പേഴ്സണൽ ഗ്രോത്ത്, പിന്നെ അങ്ങനെയൊക്കെ ഉള്ള എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യുന്നതാണ്. വലിപ്പത്തിൽ ഏറ്റവും വലുത്, വലിപ്പത്തിൽ മാത്രമല്ല എല്ലാ ഗ്രഹത്തിൻ്റെയും അധിപനെന്ന് പറയാം. അതാണ് വ്യാഴമെന്ന് പറയുന്നത്. വ്യാഴമെന്ന് പറഞ്ഞാൽ സാത്വികനാണ്. അതുമാതിരി വ്യാഴമെന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ഗ്രഹമാണ്. നമ്മൾ ഈ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ രാശി വെച്ചാണ് പറയുന്നത്. എന്നാലും നിങ്ങളുടെ ബർത്തിയാട്ടിൽ എവിടാണ് വ്യാഴത്തിൻ്റെ പൊസിഷൻ എന്ന് വെരി ഇമ്പോർട്ടൻ്റ്. അപ്പം നിങ്ങൾക്ക് 100% ഗുണം കിട്ടും. അതായത് 1592610371148112 അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആംഗിളിൽ നമ്മുടെ ബർത്തിയാട്ടിലെ വ്യാഴത്തിൻ്റെ മേളിൽ വ്യാഴം വന്ന് കണക്റ്റ് ആവുകയാണെന്നതിൽ നിങ്ങൾക്ക് 100% വീട് വെക്കാനും വണ്ടി വാങ്ങിക്കാനും ബാക്കി ഒരുപാട് കല്യാണമേ അങ്ങനെ ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ 100%. അതായത് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഗോചാരത്തിൽ നമ്മുടെ ബർത്തിയായിട്ട് ചില ഗ്രഹങ്ങൾ നെഗറ്റീവായിട്ട് ഈവൻ ചിലപ്പോൾ ശനിദശ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലുമൊക്കെ അവസ്ഥ നിൽക്കുക. അങ്ങനെയുള്ള ആൾക്കാർ പോലും ഈ ട്രാൻസിഷനിലെ വ്യാഴമെന്ന് പറഞ്ഞ് അതിസമ്പത്ത് അൺഎക്സ്പെക്റ്റഡായിട്ട് ഒരുപാട് നല്ല നല്ല ഗുണങ്ങൾ തരുമെന്നുള്ള ബേസിക്കായിട്ടുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം വ്യാഴത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. പക്ഷേ നമ്മൾ ഈ ബർത്തിയാട്ട് ചെക്ക് ചെയ്യുമ്പം മെയിൻ നമ്മളവിടെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യാഴത്തിൻ്റെ ശത്രുഗ്രഹങ്ങളുണ്ട്. വ്യാഴത്തിൻ്റെ ശത്രുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ രാഹുവും കേതുവുമാണ്. ബാക്കിയെല്ലാം ഫ്രണ്ട്സാണ്, നല്ല ഗ്രഹങ്ങളാണ്. അപ്പം നല്ല ഫ്രണ്ട്ഷിപ്പോടുള്ള ഗ്രഹങ്ങളാണ്. അപ്പോൾ ഈ ശത്രുഗ്രഹങ്ങൾ ഏതേലും ആംഗിളിൽ വന്നിട്ട് ഇങ്ങനെ വന്ന് കണക്റ്റ് ആകുമ്പോൾ, പക്ഷേ ഇവിടെ ഈ വ്യാഴത്തിൻ്റെ തന്നെ രാഹു എന്ന് പറഞ്ഞാൽ സെറ്റ് കണ്ടീഷൻ വെച്ചിട്ടാണ് അത് നോക്കുന്നത്. അത് നല്ല രാഹുവുണ്ട്, അഴുക്ക് രാഹുവുണ്ട്. അപ്പോൾ രാഹു അത്ര കുഴപ്പമില്ല. പ്രത്യേകിച്ച് കേതു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കാം. അതുപോലെ ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ 6, 8 ഹൗസിൽ അഴുക്കാണ്. അപ്പോൾ അതുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റാണ്. കാരണം പ്രത്യേകിച്ച് 8th ഹൗസിലൊക്കെ വ്യാഴം അഴുക്കായി വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകാൻ ചിലപ്പോൾ ഡിലേ ആവുക. അതുമാത്രമല്ല ചിലർക്ക് അബോർഷൻ ഉണ്ടാകാനുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റും ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നത്തിൽ കൊണ്ട് വരുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ മെഡിക്കൽ ആസ്ട്രോളജിയിൽ പല രീതിയിലുള്ള അസുഖങ്ങളും വ്യാഴം കൊണ്ടുവരുന്നുണ്ട്. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. നമ്മൾക്ക് ആ ഒരു ഏരിയ അവിടെ ടച്ച് ചെയ്ത് ഏകദേശം പോവാം. അപ്പോൾ നിങ്ങൾ കേട്ടിരുന്ന പല ഇൻഫർമേഷനും ഇതിനകത്ത് കവറാകുന്നുണ്ട്. ഒന്ന്, നമുക്ക് വാസ്തുപരമായിട്ടുള്ള വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ അഫക്റ്റ് ആകും, അതുപോലെ ന്യൂമറോളജി പ്രകാരം എങ്ങനെ നിങ്ങൾക്ക് അഫക്റ്റ് ആകും, അങ്ങനെയൊക്കെയുള്ള ചില പോയിൻറ്റ്സ് കൂടെ നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതുകൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓടിച്ചടിച്ച് വിട്ട് കാണേണ്ടവർക്ക് കാണാം. പക്ഷേ അതിൻ്റെ ചില ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ പ്ലാനറ്റ് അലൈൻമെൻറ്റും ചില കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ കവർ ചെയ്താണ് പോകുന്നത്. എന്നാൽ ഈ വ്യാഴത്തിൻ്റെ ട്രാൻസിഷൻ പീരീഡ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 1 വർഷമാണ് ട്രാൻസിഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതായത് 12 സോഡിയാക് സൈനാണ്. അപ്പോൾ അതിനകത്ത് ഓരോ സോഡിയാക് സൈനും ഓരോ വർഷം വെച്ച് അങ്ങനെ 12 വർഷമാണ്. അങ്ങനെ 12 വർഷം. അതുപോലെ 144 വർഷത്തെ കുംഭമേള. അങ്ങനെ പലതിനും ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ വ്യാഴവുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുക. വ്യാഴം എന്ന് പറയുന്ന കോളേജ്, കോർട്ട്, അങ്ങനെയുള്ള ഏരിയ, അതേമാതിരി റിലീജിയസ് ആയിട്ടുള്ള ഇതൊക്കെ നമ്മുടെ ആരാധനാലയങ്ങൾ, അസംബ്ലി, ഇങ്ങനെയൊക്കെ ഉള്ള ഇതിനൊക്കെ ഈ ഒരു വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള സാമീപ്യമാണ്. അതുപോലെ ഇതിൻ്റെ മെറ്റൽ എന്ന് പറഞ്ഞാൽ ഗോൾഡും ടിന്നുമാണ് മെറ്റലായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ ഒരു സത്യസന്ധതയുടെ ഒരു സത്യസന്ധത
സത്യസന്ധതയുടെ ഒരു പ്ലാനറ്റ് കൂടിയാണ് ഈ വ്യാഴം എന്ന് പറയുന്നത്. നല്ല ജനറസ്, എത്തിക്കല്, സ്പിരിച്വാലിറ്റി, അങ്ങനെ പലതുമായിട്ടും ബന്ധമുണ്ട് നമ്മുടെ ഈ വ്യാഴം എന്ന് പറയുന്നത്. അതുപോലെ ടീച്ചിങ്, ലോയേഴ്സ്, ഫൈനാൻസ്, ഇങ്ങനെയൊക്കെ ഉള്ള ബന്ധം, ബാങ്കിങ് സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ പല ഇതുമായിട്ട് ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള കണക്ടിവിറ്റി ഉണ്ട്. അതുപോലെ ആനയൊക്കെ ഈ ഒരു റേഡിയേഷനാണ്. ആന, പിന്നെ ഹോസ്, നമ്മുടെ കുതിര, അതേപോലെ നമ്മുടെ ഓള്, മൂങ്ങായ, പീക്കോക്ക് ഈ ഒരു വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള റേഡിയേഷൻ. വ്യാഴവുമുണ്ട് ശുക്രനുമുണ്ട് പീക്കോക്കിൻ്റെ ആയിട്ടുള്ള, അതും ഒന്നും മനസ്സിലാക്കി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ മാതിരി മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം വന്നു കഴിഞ്ഞാൽ ബോൺമാരോയെ അങ്ങനെയൊക്കെ ഉള്ള ഇത്, അതുപോലെ ആർട്ടറീസ്, ഫാറ്റി ലിവർ, അത് പ്രത്യേകിച്ച് ഈ വ്യാഴമൊക്കെ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വാസ്തുപരമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ദോഷം വന്നു കഴിഞ്ഞാൽ ഈ വ്യാഴം നെഗറ്റീവ് ആവും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല രീതിയിലുള്ള, ഈവൻ കുട്ടികൾക്ക് പോലും ഹെവി ഷുഗർ അങ്ങനെയൊക്കെ ഉണ്ടാകും, ഡയബറ്റീസ് ആകാനുള്ള ഒരു സാധ്യത. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ബർത്ത് ചാർട്ടിൽ ഇങ്ങനെ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാകും. അതേമാതിരി ഈ വ്യാഴം നെഗറ്റീവ് ആക്കുന്നവർക്ക് ജോണ്ടിസ്, ഹെപ്പറ്റൈറ്റിസ് ബി അങ്ങനെയൊക്കെ ഉള്ളതും ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തൈറോയ്ഡ്, ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകാനുള്ള സാധനം, ഈ പറഞ്ഞ ഹെവി ഡയബറ്റിക്സ്, പിന്നെ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം, നമ്മുടെ ശ്വാസകോശവുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് വ്യാഴം നെഗറ്റീവ് ആയാൽ. അതേമാതിരി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് ദഹനപ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഒബിസിറ്റി പറഞ്ഞ മാതിരി ഉണ്ടാകും. അങ്ങനെ പലതും ഈ ഒരു ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴം നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സാധ്യതയാണ്. അതുപോലെ ഈ ജൂപ്പിറ്റർ എന്ന് പറഞ്ഞ വ്യാഴത്തെ പോസിറ്റീവ് ആക്കാനുള്ള കാര്യങ്ങൾ ഒടുവിൽ പറയുന്നുണ്ട്. നിങ്ങൾ ഒടുവിൽ വരെ കേട്ടിരുന്നു കഴിഞ്ഞാൽ അതുകൂടെ മനസ്സിലാവും. അതുപോലെ ഈ വ്യാഴം ഭരിക്കുക എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ്. നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈശാന കോണ്, ഈ നോർത്തിലാണ് 0 ഡിഗ്രി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നോർത്ത് ആക്ച്വലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിക്ക് പോലും സ്വന്തമായിട്ടൊരു ഡയറക്ഷൻ ഇല്ല. ഇപ്പോൾ ഈ വാസ്തുവിൻ്റെ ആയിട്ടുള്ള പറയുമ്പം ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ടച്ച് ചെയ്തിട്ട് പോകേണ്ടതായിട്ട് വരും. ഈ വ്യാഴം 6ലും 8ലും അഴുക്കാണെന്ന് പറഞ്ഞു. അതുപോലെ 10ൽ നീചമാണ്, 10ലും അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കി. അതുപോലെ ഈ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ വ്യാഴം കൺട്രോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഈ ഒരു നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ കഴിവതും ഹെവി കൺസ്ട്രക്ഷൻ പോലും ചെയ്യുക, CD പണിയുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് പോലും പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ കാലപുരുഷൻ്റെ തലയാണ്. അപ്പം ഈ തലയുടെ എന്ന് പറഞ്ഞാൽ ഇതിന് ഒത്തിരി സ്റ്റോറി ഉണ്ട്. കാരണം പണ്ട് അനഘാസുരനും ശിവനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഈ പൊരിഞ്ഞ പോരാട്ടത്തിനിടയിൽ ഈ അനഘാസുരൻ്റെയും ശിവൻ്റെയും വിയർപ്പ് തുള്ളികൾ ഭൂമിയിൽ പതിക്കുകയും അവിടുന്ന് അജാനുബാഹുവായിട്ടുള്ള രൂപമുണ്ടാകുകയും അങ്ങനെ ഈ ഭൂമിയെ തന്നെ ഭക്ഷിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭൂമി തിന്ന് തീർത്ത് ഈ രൂപം എളുപ്പം വളർന്നുകൊണ്ടിരുന്നു. അപ്പം ഇവിടെ നിന്ന് ഈ പറഞ്ഞ ദേവനും അസുരനും പേടിച്ചു. അപ്പോൾ ഇവർ ഓടി നേരെ ബ്രഹ്മാവിൻ്റെ അടുത്തോട്ടാണ് ഓടുന്നത്. ബ്രഹ്മാവാണ് ഈ പറഞ്ഞ ഈ സൃഷ്ടിയുടെ ഗ്രഹം. അപ്പം ഈ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് അപ്പം ബ്രഹ്മാവിൻ്റെ കാര്യം മനസ്സിലായി. അപ്പം ഈ ഒരു രൂപമാണ് പിന്നീട് വാസ്തുപുരുഷൻ എന്ന് പറയുന്നത്, വാസ്തുപുരുഷൻ. അപ്പം ഈ വാസ്തുപുരുഷനും ഇവരുടെ കൂടി അങ്ങനെ എല്ലാവരും കൂടെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് അപ്പോൾ വാസ്തുപുരുഷൻ ബ്രഹ്മാവിൻ്റെ കാലിൽ അഭയം പ്രാപിച്ചു. ഇവിടെ ബ്രഹ്മാവ് വാസ്തുപുരുഷനെ തൻ്റെ സീമന്തപുത്രനായിട്ട് അവരോധിക്കുകയാണ്. അങ്ങനെ ഏറ്റവും കൂടുതൽ ഈ വാസ്തുപുരുഷൻ ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമിക്ക് തന്നെ അപകടമാണെന്ന് മനസ്സിലാക്കി. ഒടുവിൽ ഈ വാസ്തുപുരുഷനെ പിന്നീട് ഈ ഭൂമിയിലേക്ക് ചവിട്ടി താഴ്ത്തുകയുണ്ടായി. അവിടെ ബ്രഹ്മാവിനോട് ചോദിക്കുന്നു, അപ്പോൾ ഞാൻ എന്താ ഇനിയും ഭക്ഷിക്കേണ്ടത്? അപ്പം അവിടെ മറുപടി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനൊരു നിയമമുണ്ട്, പ്രപഞ്ചത്തിനൊരു നിയമസംഹിതയും തത്വമുണ്ട്. ആ തത്വം ലംഘിക്കുന്ന ആൾക്കാരെ നിനക്ക് ഈ പറഞ്ഞ മാതിരി ആഹാരമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ആ വാസ്തുവിൻ്റെ ഇമ്പോർട്ടൻസ് കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഈ വ്യാഴത്തിൻ്റെ ആണെങ്കിലും ആ വ്യാഴത്തിൻ്റെ കാര്യങ്ങൾ കാരണം ഈ വാസ്തുപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഈ ഒരു കാര്യം കൂടെ പറഞ്ഞു പോയത്. അപ്പം ഈ വ്യാഴം നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ് ഭരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ വ്യാഴത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇവിടെ വ്യാഴം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഈശാനകോണം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ തലയാണ് അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ തലയുടെ മേളിൽ ഹെവി കൺസ്ട്രക്ഷനെ അങ്ങനെയൊക്കെ ഉള്ള കാര്യം കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ CD കൊണ്ട് തലയിൽ വെക്കുക ഒരു ദൈവത്തിൻ്റെ തലയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതി വരുമ്പോഴത്തേന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ആ ഒരു ഡയറക്ഷനിൽ ടോയ്ലറ്റ് വരിക. അപ്പം പല രീതിയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടെ പൂജാ റൂമ് അങ്ങനെ നമ്മുടെ ആരാധന അല്ലെന്നൊരു നമ്മുടെ മെഡിറ്റേഷന് അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ഏറ്റവും നല്ല ഒരിതാണ്. പ്രത്യേകിച്ച് ഇവിടെ
ടോയ്ലറ്റ് വന്നാൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ അവിടെ വിസ്ഡം നമ്മുടെ ബുദ്ധിയൊക്കെ മരപ്പിക്കും. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ഒരു സ്ഥലത്ത് ടോയ്ലറ്റോ ഹെവി കൺസ്ട്രക്ഷനോ ഒഴിവാക്കുക. അതുപോലെ പെയിൻറ്റ് പോലും ലൈറ്റ് കളേഴ്സ് ഈ ഒരു ഇടത്ത് യൂസ് ചെയ്യുക, അതാണ് നല്ലത്. ലൈറ്റ് യെല്ലോ, ലൈറ്റ് ഗ്രീൻ, അതുപോലെ വൈറ്റ് കളറ് അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ലതാണ്. അതേമാതിരി നമുക്കിപ്പോൾ എന്തെങ്കിലും പലർക്കും വീട്ടിലൊക്കെ ഉള്ള ഇങ്ങനെയുള്ള ചിലയിടത്തൊക്കെ എന്താ പറയുക ആൾക്കാർക്ക് പല രീതിയിലുള്ള പ്രശ്നം വരുമ്പോഴേ നമുക്ക് മെയിനെന്ന് പറഞ്ഞാൽ ഈ ഏരിയയിലൊക്കെ ഫൗണ്ടനൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ നല്ലതുണ്ട്. അതുപോലെ ഫിഷ് ടാങ്ക് വെക്കാം, അങ്ങനെയൊക്കെ ഉള്ളതിന് നല്ല ഡയറക്ഷനാണ്. പ്രത്യേകിച്ച് റെഡ് കളറ് ഒരു കാരണവശാലും റെഡ് പെയിൻറ്റ് ഈ ഒരു സ്ഥലത്ത് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ അതിൻ്റെ മെറ്റൽ നോക്കിക്കഴിഞ്ഞാൽ സിൽവറാണ് ഇതിൻ്റെ മെറ്റൽ. അപ്പോൾ ഇത് എന്ന് പറയാൻ ഈ പ്രത്യേകിച്ച് ഈ സിൽവർ എന്ന് പറയാൻ നമ്മുടെ മെൻ്റൽ പീസ്, നമ്മുടെ വെൽത്ത്, നമുക്ക് ഐശ്വര്യങ്ങളെ, സമ്പത്ത് സമൃദ്ധി, പിന്നെ നമ്മുടെ ഫാമിലിയിലുണ്ടാകുന്ന ഐക്യം, പിന്നെ സ്പിരിച്വൽ ഗ്രോത്ത്, ഇങ്ങനെ പല രീതിയിലൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ടുത്തരുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പറഞ്ഞ അതുപോലെ ഈ ഒരു ഡയറക്ഷൻ പറഞ്ഞ മാതിരി ചുമന്ന കളറ്, റെഡ് കളറ്, അതുപോലെ ഓറഞ്ച് കളറ്, ഡാർക്ക് ബ്രൗണ്, ഡാർക്കായിട്ടുള്ള കളർ കഴിവതും യൂസ് ചെയ്യാതിരിക്കുക. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഈ പൂജാ റൂമ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും നല്ല സ്ഥലമാണ് ഇവിടെ. ഇത് നമ്മുടെ ഈ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ, റിലേഷൻഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പല രീതിയിലുള്ള ഇത് കൊണ്ടുവരുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് പല ആൾക്കാരും ഈ വീടൊക്കെ വെക്കാൻ വേണ്ടി ചിലപ്പം ഒത്തിരി ഇറ്റാലിയൻ മാർബിള് അങ്ങനെ ഹെവി ആയിട്ടുള്ള പല സാധനങ്ങളും വാങ്ങിച്ചിട്ടെല്ലാം ചിലപ്പം 3 കോടി 4 കോടിയുടെ ആയിട്ടൊക്കെ വീട് വെക്കും. പക്ഷേ ഈ വാസ്തുവിൻ്റെ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചെക്ക് ചെയ്യാതാണ് ചെയ്യുന്നത്. അപ്പം അത് കഴിയുമ്പോഴാണ് പല പ്രശ്നങ്ങളും വീട്ടിൽ വരുന്നത്. നമ്മളെ എത്ര ആൾക്കാർ കൺസൾട്ട് ചെയ്യുന്നതെന്ന് നമുക്കറിയാം. അതായത് നമ്മൾ ചെയ്യുന്നതെന്ന് അസ്ട്രവാസ്തു, അതായത് ബേസിക് ബർത്തിയായിട്ട് ഉൾപ്പെടെ ചെക്ക് ചെയ്തിട്ട് വേണം. ഇവിടെ ചെയ്യുന്നതെന്ന് പല ആൾക്കാരും ഒരു ഡ്രോയിങ് വരയ്ക്കാൻ ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിവിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വാസ്തു അറിയണമെന്നില്ല. അപ്പോൾ അവർ പറയും ഞങ്ങൾ വാസ്തു നോക്കിക്കോളാം. അവരാകെ നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിമൂല, അല്ലെ ടോയ്ലറ്റ് വരൽ, ടാങ്ക് വരൽ കഴിഞ്ഞു. അങ്ങനല്ല, നമുക്ക് 16 ഡയറക്ഷനുണ്ട്. പണ്ടത്തെ കേരളത്തിലെ ഈ വാസ്തു പോലും അല്ല. കാരണം ഇതൊരു അഡ്വാൻസ് ലെവൽ അസ്ട്രോവാസ്തുവാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം ഈ 16 ഡയറക്ഷനും വ്യത്യാസമാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. കാരണം പണ്ടത്തെ 8 ഡയറക്ഷൻ്റെ ആയിട്ടുള്ള ആ ഒരു രീതി ഇനിയും നടക്കത്തില്ല. കാരണം അതുകൊണ്ട് പല രീതിയിലുള്ള ഇമ്പാക്റ്റുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പം ആ ഒരു വാസ്തുവല്ല നമ്മൾ നോക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ ബർത്തിയായിട്ടുമായിട്ട് അലൈൻ ചെയ്തിട്ട്, പ്രത്യേകിച്ച് ചില ദശകളൊക്കെ മാറുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള കഷ്ടനഷ്ടങ്ങൾ വരും. അതുപോലെ നമ്മുടെ ജോലി പോകാം, ബിസിനസ് തകർച്ചയുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ടൊരു വാസ്തുവിൻ്റെ ആയിട്ടുള്ള ഒരു വീട് വെക്കുമ്പോൾ എല്ലാവരും അറിയുന്ന ഒരു വാസ്തു അറിയുന്ന ഒരാളെ കൊണ്ട് ചെയ്യിച്ചിരിക്കണം. നമുക്ക് വേറൊരു കാര്യമുണ്ട്, ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വാസ്തുവിന് പോലും ഒരാൾക്ക് എങ്ങും പോകേണ്ട കാര്യമില്ല. അത്ര അഡ്വാൻസ്ഡ് ടെക്നോളജി ഉണ്ട്. നമ്മുടെ ജിയോജെബ്ര എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. അങ്ങനെ വേറെ പല സോഫ്റ്റ്വെയറും സാറ്റലൈറ്റിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി ജസ്റ്റ് ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രം അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അവിടെ ആ ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ, അത് കാണാനും എടുക്കാനും ഒക്കെ പറ്റും. ഈവൻ നമ്മുടെ കോമ്പസ് യൂസ് ചെയ്താൽ പോലും അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പം നിസ്സാരം തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ സൂര്യൻ്റെ പൊസിഷൻ പോലും എവരി 6 months മാറുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പം നിങ്ങൾ എങ്ങനെ കിഴക്കെന്ന് പറയുന്ന ഡയറക്ഷൻ എങ്ങനെ തീരുമാനിക്കുന്നത് ഒന്ന് മനസ്സിലാക്കുക. ഭൂമിക്ക് സ്വന്തമായിട്ടുള്ള അച്ചുതണ്ടില്ല, ഇമാജിനറി അച്ചുതണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഭൂമിക്ക് സ്വന്തമായിട്ടൊരു ഡയറക്ഷൻ പോലും ഇല്ല. നമ്മൾ അതിൽ ഫ്ലൈറ്റ് ഓടുന്നതും അതും ഇതെല്ലാം ഇമാജിനറി ആയിട്ടുള്ള ഒരു ഡയറക്ഷനാണ്. ഇതെന്ന് പറഞ്ഞാൽ ധ്രുവ നക്ഷത്രം എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്. ഇത് പൊളാരിസ് എന്നാണ് അതിൻ്റെ പേര്, പൊളാരിസ്. ഈ പൊളാരിസ് എന്ന് പറയുന്ന നക്ഷത്രമാണ് ധ്രുവ നക്ഷത്രം. അപ്പോൾ അതിനെ നോക്കിയാണ് പലതും പണ്ട് കൊളംബസ് ഒക്കെ ഇന്ത്യയിൽ വന്നതും എടുത്തതും. അപ്പോൾ അങ്ങനെ ആ ഒരു ധ്രുവ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് അതുപോലെ നോർത്ത് എന്ന് പറയുന്ന ഡയറക്ഷന്. അപ്പോൾ ഈ നോർത്ത് എന്ന് പറയുന്ന 0 ഡയറക്ഷനിലാണ് വാസ്തു. ആ നോർത്തിൻ്റെ തൊട്ടിപ്പുറത്താണ് ഈ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ഇരിക്കുന്നത്. അപ്പോൾ നോർത്തിൽ പോലും ടോയ്ലറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൈനാൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂ ഉണ്ടാകും. നമുക്കത് നിങ്ങൾ താല്പര്യം ഉണ്ടെന്നൊരു വാസ്തുവിൻ്റെ ആയിട്ടുള്ള നമ്മൾ സെപ്പറേറ്റ് അത് വീഡിയോ ചെയ്യാം. ഇതൊരു ജസ്റ്റ് ഒരു ഡയറക്ഷൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ നോർത്ത് എന്ന് പറഞ്ഞാൽ ബുധനാണ് അവിടെ ഭരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഓരോ ഡയറക്ഷനും ഭരിക്കുന്നുണ്ട്. അതുപോലെ വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാണ് ഭരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പല ലൊക്കേഷനും ടോയ്ലറ്റ് വരുന്നത് പല രീതിയിലുള്ള നിങ്ങൾക്ക് ഇമ്പാക്റ്റ് കൊണ്ടുവരും. പല അസുഖങ്ങൾ ചില ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞാൽ ക്യാൻസർ പോലും ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. കാരണം
ഇത് വെരി ഇമ്പോർട്ടൻ്റ് ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ഈ വ്യാഴത്തിൻ്റെ പ്രത്യേകിച്ച് ആ വ്യാഴത്തിൻ്റെ ഈശാനകോണിൻ്റെ പൊസിഷൻ കൂടെ ഇവിടെ പല ആൾക്കാർക്ക് പ്രയോജനം വരട്ടെ, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ വാസ്തുവൊക്കെ ആണെങ്കിലും ഒരു വീട് വെക്കുമ്പോഴേ കറക്റ്റായിട്ട് വാസ്തു കാര്യങ്ങൾ നോക്കി ചെയ്യണമെന്നുള്ള ഒരു റിമൈൻഡറോടാണ് ഈ ഒരു ഇപ്പോഴത്തെ നടത്തുന്നത്. പിന്നെ ഇവിടെ നമുക്ക് വേറൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ന്യൂമറോളിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള ഇമ്പാക്റ്റ് കൊണ്ടുതരാനുള്ള പല നമ്പേഴ്സുണ്ട്. പ്രത്യേകിച്ച് ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ 3 എന്നുള്ള നമ്പറാണ് വ്യാഴം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ടത് വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ശത്രുക്കളായിട്ടുള്ള ഗ്രഹങ്ങളെന്ന് പറഞ്ഞു, രാഹു കേതു എന്ന് പറഞ്ഞു. അപ്പം രാഹു അത്ര വലിയ ഇതായിട്ടുള്ളതല്ല, അതിനൊക്കെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു 3-4 ഇപ്പോൾ രാഹുവിൻ്റെ നമ്പറാണ് 3-4, 3 എന്ന് പറയുന്നത് ഈ പറയുന്ന ജൂപ്പിറ്റർ, 4 എന്ന് പറഞ്ഞാൽ രാഹു. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും പല രീതിയിലുള്ള അസുഖങ്ങളെന്ന് പറഞ്ഞാൽ ലെഗ് ഷിവർ ചെയ്യുക, കാലിന് വിറയലുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ ആളല്ലെന്നൊരു ആളുടെ വീട്ടിൽപ്പെട്ടവർക്ക് 100% 3-4 കോമ്പിനേഷൻ അടുപ്പിച്ച് വന്നു കഴിഞ്ഞാൽ. അതുപോലെ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ടാകുമെന്നുള്ളത് 100%. കൂടാതെ വാദം മാതിരിയുള്ള അസുഖങ്ങൾ, പരാലിസിസ് ഉണ്ടാകാൻ, വീട്ടിൽ ആർക്കെങ്കിലും പരാലിസിസ് ഉണ്ടാകാനോ അതുപോലെ കാലിനൊക്കെ വിറയലുണ്ടാകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ലേഡീസിനൊക്കെ ആണെങ്കിൽ ഈ 2-3 കോമ്പിനേഷൻ അങ്ങനെ നല്ലതല്ല. കൂട്ടത്തിൽ അതും പറയാതിരിക്കാൻ പറ്റിയല്ല, കാരണം 2 എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്. അപ്പോൾ ഈ സ്വന്തം കുട്ടികളെ താലോലിക്കാനുള്ള സിറ്റുവേഷൻ വരത്തില്ല, അല്ലെന്നൊരു കുട്ടികൾ ഉണ്ടാകാൻ ഡിലേ ആവുക, ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ 3-6 എന്ന് പറയുന്നതും അത്ര നല്ലതല്ല, കാരണം 3 എന്ന് പറയുന്നത് ജൂപ്പിറ്ററാണ്, 6 എന്ന് പറയുന്നത് ആഡംബരമാണ്. അപ്പോൾ ആഡംബരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ സാത്വികനായ വ്യാഴത്തിന് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ളൊരു കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ ബാരിയർ ഇൻ സ്റ്റഡീസ്, വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകാം. അപ്പോൾ കുട്ടികൾക്ക് കഴിവതും ഈ ഒരു കൊടുക്കാതിരിക്കുക. പിന്നെ പല രീതിയിലുള്ള നമ്മളെ ജനിച്ച സ്ഥലവുമായിട്ട് പല രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഈ 3 എന്ന് പറഞ്ഞാൽ ജൂപ്പിറ്റർ മൾട്ടിപ്പിളായിട്ട് 3-4 പ്രാവശ്യമൊക്കെ 3 വന്നു കഴിഞ്ഞാൽ അത്ര നല്ലതായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ഭക്ഷണരീതിയുടെ ബേസിക്കായിട്ടുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് നമുക്ക് ഈ അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി എന്നുള്ള കാര്യം, കാരണം നമ്മുടെ ബർത്ത് ചാർട്ടിൽ ഉണ്ടായിട്ടുണ്ടെന്നൊരു ആ കാര്യങ്ങൾ നടന്നിരിക്കും 100%. പക്ഷെ എന്നൊരു എപ്പം നടക്കുമെന്ന് വരെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അത് ഗോചാരത്തിൽ കൂടെ നമുക്ക് കറക്റ്റ് അറിയാം. അതുപോലെ പല ആൾക്കാർക്കും മൾട്ടി മില്യണർ യോഗ ഉണ്ട്, കാരണം ഇപ്പോൾ സീജറോയുടെ മോഹൻലാലിൻ്റെ ബർത്തിയായിട്ട് അലൈൻ ചെയ്തിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ ശനിയെ, ഗുരുവ്, ജൂപ്പിറ്റർ, അതുപോലെ രാഹുവ്, നല്ല രാഹു, നല്ല ശുക്രന്, ഇപ്പം ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്തിരിക്കും. ഈ 4 ഗ്രഹങ്ങൾ കണക്ട് ചെയ്തിരിക്കുക എന്ന് ഈ 4 ഗ്രഹങ്ങൾ 15926103711 അങ്ങനെ 4812 ഏതെങ്കിലും ആംഗിളിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളിന് മൾട്ടി മില്യണർ യോഗ ഉണ്ടാകും. അത് അതിസമ്പന്നരാകും, ഒരുപാട് പ്രോപ്പർട്ടി, ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സമ്പത്ത്, ഒരുപാട് ആർഭാടം എല്ലാം ഉണ്ടാകും എന്നുള്ളതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. പക്ഷെ എന്ന് വരിയിൽ ഈ ജെറോയുടെ ബർത്തിയാട്ടിൽ ബുധൻ നെഗറ്റീവായിരുന്നു. അപ്പം ഉണ്ടായിക്കഴിഞ്ഞാൽ പൈസ ഉണ്ടാകും, പക്ഷെ എന്ന് ഒരുപാട് രീതിയിൽ മൾട്ടിപ്പിളി ആയിട്ടുള്ള ഒരുപാട് ലോസസ് സംഭവിക്കാനുള്ള ഒരു സാധ്യതയാണ് അവിടെ കാണുന്നത്. അപ്പം ബുധൻ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഈ ഉത്തരം ഒരുപാട് പൈസ ഉണ്ടാക്കും, അതുപോലെ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യത, ലീഗൽ ഇഷ്യൂ, അങ്ങനെ പല രീതിയിൽ കോർട്ട് കേസ് അങ്ങനെ എല്ലാം ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ അതുകൊണ്ട് എപ്പോഴെല്ലാം നമുക്ക് ഈ നിങ്ങളുടെ ബർത്തിയായിട്ടൊന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണെന്നൊന്നും, അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യമായാലും ബർത്തിയായിട്ടൊന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ പ്ലാനറ്ററി പൊസിഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അതായത് പ്രോപ്പറായിട്ട് നമ്മുടെ ഇതെന്ന് പറഞ്ഞാൽ ബർത്തിയായിട്ടിലെ ഗ്രഹങ്ങൾ എവിടെയൊക്കെ നിൽക്കുന്നു, ഏതൊക്കെ പ്ലാനറ്റുമായിട്ട് അലൈൻ ചെയ്ത്, അതായത് കണക്ടിവിറ്റി. ഞാനിപ്പോൾ പറയുന്നത് ഇത് ബൃഹനാടി ബേസ്ഡ് ആയിട്ടുള്ള ആണ്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ 90% ബൃഹനാടിക്കകത്ത് ഗ്രഹങ്ങളെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷെ എന്നൊരു വേദിക് അസ്ട്രോളജിയിൽ നോക്കുന്നു പറഞ്ഞാൽ അത് നേരെ എന്ന് പറഞ്ഞാൽ ഹൗസുകളാണ്. ഹൗസ് എല്ലാം രീതിയിൽ ഈ പറഞ്ഞ രാശി വെച്ചിട്ടുള്ള ഫലവും, കാരണം ഈ ബൃഹനാടിക്കകത്ത് പറഞ്ഞ അവിടെ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളെയാണ്, നക്ഷത്രങ്ങളിൽ തമ്മിൽ പ്ലാനറ്ററി അലൈൻമെൻറ്റ്, പ്ലാനറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ സപ്പോസ് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കേതു കയറി നേരെ ബുധനുമായിട്ട് കണക്റ്റ് ആക്കി കഴിഞ്ഞാൽ ബുധൻ നെഗറ്റീവായി, ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു പോയിന്റിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയാകുക. അപ്പം നിങ്ങൾക്ക് ബ്രേക്ക് ഇൻ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന് നേരെ തടസ്സം വരിക, ഫൈനാൻഷ്യൽ ലോസ് ഉണ്ടാവുക. അപ്പം ബേസിക് വൃത്തിയായിട്ട് നമ്മളും അറിഞ്ഞിരിക്കണം. ഈ കൂടാതെ അതെപ്പം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ ഗോചാരത്തിൽ കൂടെ ഈ കേതു പിന്നെയും അടുത്ത ബുധൻ്റെ മേളിൽ പാസ് ചെയ്യുന്ന സമയത്ത് 100% ഫൈനാൻഷ്യൽ ലോസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കോർട്ട് കേസ്, അങ്ങനെയുള്ള പല
കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതൊരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു കാര്യം കൂടെ പറയുന്നത്. ഒന്നുകൂടെ പറയുകയാണ്, ഈ ഒരു 4 മാസത്തോളം കഴിയുമ്പോഴത്തെ നമുക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ് വേൾഡ് വൈഡ് ആയിട്ടുള്ള വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇനിയും 2 വർഷത്തോളം നീണ്ടു നിൽക്കി ഈ ഒരു ഫൈനാൻഷ്യലായിട്ടുള്ള ട്രബിൾ വേൾഡ് വൈഡ് ആയിട്ട് വന്നിരിക്കും. 100% US അതുപോലെ വേൾഡിലെ പല രാജ്യങ്ങളും ഫൈനാൻഷ്യൽ പ്രശ്നം കൊണ്ട് പല ഇൻഷുറൻസ്, ബാങ്കിങ് സെക്ടർ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഒരുപാട് മേഖലകളിൽ പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത 100% വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ ഷെയർ മാർക്കറ്റൊക്കെ താഴോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരും. അപ്പോൾ അതുകൊണ്ട് ഷെയറിൻ്റെ എന്തെങ്കിലും ഉണ്ടെന്ന് ഇനി പടാന്ന് വിറ്റ് മാറുന്നത് വളരെ നല്ലതാണ്. ഇപ്പോഴാകുമ്പം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എടുക്കാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഇതെല്ലാം 100% താഴെ പോകും. അപ്പോൾ അതുകൊണ്ട് ഷെയർ മാർക്കറ്റിൽ കളിക്കുന്ന ആൾക്കാർ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക എന്നുള്ള ഒരു ഉപദേശം കൂടെ തരാനുണ്ട്. പിന്നെ 2008 ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായി, 1989 ഉണ്ടായി. കാരണം എല്ലാ 18 to 20 ഇയേഴ്സ് ഈ പറയുന്ന കേതു അല്ല രാഹു, ശനി, കേതു അങ്ങനെയൊക്കെ ഉള്ള കോമ്പിനേഷനിൽ എവിടെയെങ്കിലും ആംഗിൾ വന്ന് സംഗമിക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റോ ബാക്കി കാര്യങ്ങളോ ബാങ്ക് ലോണോ ഒക്കെ എടുക്കുന്ന ആൾക്കാർ വളരെ തിരിച്ചടയ്ക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാനെടുക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇച്ചിരി കെയർഫുള്ളായിരിക്കുക. പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് അതുമാത്രമല്ല, പ്രോപ്പർട്ടിയുടെ ഒക്കെ വില ഇനിയും 30% വരെ താഴോട്ട് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ നമുക്കിനിയും ഓരോ നാളിനെ പറ്റിയൊന്ന് നോക്കാം. കുംഭൻ രാശിയുടെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നാളുകളെന്ന് അവിട്ടം, ചതയം, പൂരിട്ടാതി. അപ്പോൾ ഈ അവിട്ടത്തിൻ്റെ അരഭാഗമേ ഉള്ളൂ. അതുപോലെ ചതയം, പൂരിട്ടാതിയുടെ 3/4 ഭാഗം ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവിട്ടത്തെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വയാണ്, ശനികർമ്മയാണ്. അതുപോലെ ചതയത്തെ നോക്കിക്കഴിഞ്ഞാൽ രാഹുവാണ് കൺട്രോൾ ചെയ്യുന്നത്, രാഹു കർമ്മയപ്പെട്ടാണ്. അതുപോലെ പൂരിട്ടാതിയെ നോക്കിക്കഴിഞ്ഞാൽ വ്യാഴം സൂര്യകർമ്മയപ്പെട്ടാണ്. അപ്പം ഈ ഒരു രാശിക്കാരെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ 6 ഈ വ്യാഴത്തിൻ്റെ ആട്ടം. അപ്പോൾ ഈ എന്തെങ്കിലും ജോലി വിഷയമായിട്ടൊക്കെ ജോലി ഇല്ലായിരുന്നവർക്ക് ജോലി കിട്ടാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. നല്ല ജോലികൾ കിട്ടാൻ, അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ കൊണ്ട് മൂർച്ഛിച്ചിരുന്ന ഹോസ്പിറ്റലൊക്കെ ആൾക്കാർക്ക് അസുഖത്തിൻ്റെ കാഠിന്യത്തിൻ്റെ ഒരു കുറവ് വരാൻ, അതുപോലെ എന്തെങ്കിലും ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബാങ്ക് ലോണൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് നല്ല ഡോക്യുമെൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ലോണൊക്കെ പാസ്സായി വരാൻ, അതുപോലെ ക്രെഡിറ്റ് കാർഡിനൊക്കെ കിട്ടാൻ, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് പൈസ അടച്ചു തീർക്കാൻ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് ആ പൈസ അടച്ചു തീർക്കാൻ പറ്റും. അതുപോലെ കടം കൊടുത്ത പൈസ അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടുകയില്ലെന്ന് വിചാരിച്ച പൈസ തിരിച്ച് കിട്ടാനെടുക്കാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. മാത്രമല്ല ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്ന ആൾക്കാർക്ക് പുതിയ ജോബ് കിട്ടാൻ, അതുപോലെ പാർട്ട് ടൈം ജോബ് കിട്ടാൻ, ഓൺലൈൻ ജോബൊക്കെ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് അതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ഉയർച്ച അല്ലെങ്കിൽ പുതിയ ജോബ് കിട്ടാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. മാത്രമല്ല നല്ല പ്രൊഫഷണൽ ഗെയിൻ ഉണ്ടാകാനും, നമുക്ക് ചിലപ്പം എന്തെങ്കിലും ചില ആൾക്കാർ ജോബ് പ്രൊമോഷൻ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ട് പ്രൊമോഷൻ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ നല്ല ഗെയിൻസ് ത്രൂ കറസ്പോണ്ടൻസ്, നമുക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് CV ഒക്കെ അയച്ചിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയത്ത് അതൊക്കെ പാസ്സായി നമുക്ക് നല്ല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും ജോലി കിട്ടാനും ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ ബിസിനസ്സിൽ നിന്നൊക്കെ നല്ല ഉയർച്ച ഉണ്ടാകാനും, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ അൺഎക്സ്പെക്റ്റഡ് പല രീതിയിലുള്ള പുതിയ കരാറുകൾ കിട്ടാനും, പുതിയ കോൺട്രാക്റ്റുകൾ കിട്ടാനെടുക്കാനൊക്കെ, അങ്ങനെ ബിസിനസ്സിനകത്ത് നല്ല ഉയർച്ചയും കാര്യങ്ങളും വരാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. അതുപോലെ ജോലി പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലതാണ്. അതുപോലെ ഇഷ്ടപ്പെട്ട സ്ഥലത്തോട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തോട്ട് ജോബിന് ചിലപ്പോൾ മാറേണ്ടതായിട്ടുള്ള ചില ഗവൺമെൻറ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ കാണാം. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിനും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു. അതുപോലെ അൺനെസറി പല ആൾക്കാരും 10 രൂപ കിട്ടി കഴിഞ്ഞാൽ 50 രൂപ ചിലവാകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യങ്ങളൊക്കെ മാറി അൺനെസറി ആയിട്ടുള്ള ചിലവുകൾ കുറയുക. അതുപോലെ എന്തെങ്കിലും ചിലപ്പോൾ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവിനൊക്കെ ഒരുപാട് പൈസ മുടക്കിയെടുത്ത ആൾക്കാരുണ്ട് അല്ലെ മരുന്നിന്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിനൊക്കെ ഒരു അനുകൂലമായിട്ടുള്ളൊരു സമയം. അങ്ങനെ പൊതുവേ നല്ലതായിട്ടുള്ള സിറ്റുവേഷന് അങ്ങനെ. അപ്പോൾ പൊതുവേ നല്ലതായിട്ടുള്ള ഒരു ഇത്. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമുക്ക് എന്തെങ്കിലും ധനാഗമനം വന്നു ചേരാൻ, അല്ലെന്നൊരു എന്തെങ്കിലും നമുക്കാരെങ്കിലും ചിലപ്പം നല്ല വീട്ടിൽ നല്ല മംഗളകർമ്മങ്ങൾ നടക്കാൻ, അതേമാതിരി നമുക്കാരെങ്കിലും ഒക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ തരാൻ എടുക്കാൻ,
അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. അല്ലെന്നൊരു എന്തെങ്കിലും നമുക്ക് ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് ചിലപ്പോൾ കുട്ടികളൊക്കെ ആണെന്നൊരു അവരുടെ അച്ഛനമ്മമാർ അവരുടെ പേരിൽ ചിലപ്പം ഇൻഷുറൻസ് എടുക്കാൻ ഒക്കെ അങ്ങനെയൊക്കെ ഉള്ളതും ഒരു അനുകൂലമായിട്ടുള്ള സമയം. അല്ലെന്നൊരു ഇൻഷുറൻസ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നൊരിൽ അതിൻ്റെ ഒരു പാർട്ടായിട്ടുള്ള ഒരു നമുക്കൊരു എന്തെങ്കിലും ഒരു അതിൻ്റെ ബോണസുമായിട്ട് കാര്യങ്ങൾ കിട്ടാൻ അങ്ങനെയൊക്കെ ഉള്ള പൊതുവേ ഈ ഒരു രാശിക്കാർക്ക് അങ്ങനെയൊക്കെ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ നമുക്കെല്ലാം നല്ലതായിട്ട് വരികയില്ല, ഒന്ന് മോശമാണ് ഒന്ന് നല്ലത്, അപ്പം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനകത്ത് എല്ലാം നല്ലതാണ് എന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ അനുകൂലം, എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ്. അപ്പോൾ ഇനിയും അടുത്ത വ്യാഴത്തിൻ്റെ മാറ്റമായിട്ടുള്ള വരുമ്പോൾ അല്ലെന്നൊരു ശുക്രനൊക്കെ മാറുമ്പോൾ നമുക്ക് വേറെ ഇതിലും നല്ലതായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതിൻ്റെ റെമഡി പറയുന്നുണ്ട്, റെമഡി നിങ്ങൾ കേൾക്കുക. അതുപോലെ നമ്മുടെ ജൂപ്പിറ്റർ, അതായത് ഗുരുവിനെ പോസിറ്റീവ് ആക്കാൻ കടല ദാനം ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ 1 കിലോ 600 ഗ്രാം 800 ഗ്രാം ആ രീതിയിലുള്ള നമുക്ക് കടല, പ്രത്യേകിച്ച് അവരൊരു വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിൽ കടല ദാനം ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ഒരു പിഞ്ചോ മഞ്ഞളിട്ടിട്ട് കുളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ജൂപ്പിറ്ററിനെ പോസിറ്റീവ് ആക്കാൻ. അതുപോലെ പപ്പായ കഴിക്കുന്നത്, പപ്പായ ദാനം ചെയ്യുന്നത്, നമ്മുടെ നാട്ടിലെ ഓമയ്ക്ക ദാനം ചെയ്യുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്, പ്രത്യേകിച്ച് അന്ധര്, മുടന്തര്, തൂപ്പുകാര് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു റേഡിയേഷനിൽപ്പെട്ട ആൾക്കാർക്ക് പപ്പായ ദാനം ചെയ്യുക. അല്ലെങ്കിൽ പപ്പായ നമ്മൾ റെഗുലറായിട്ട് കഴിക്കുക. പ്രത്യേകിച്ച് പ്രഗ്നൻറ്റ് ലേഡീസ് ഇത് പറഞ്ഞിട്ടെടുത്ത് കഴിക്കല്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഈ ഒരു പപ്പായൊക്കെ ഈ ഒരു ജൂപ്പിറ്ററിലെ ഗുരുവിൻ്റെ ആയിട്ടുള്ള റേഡിയേഷനിൽപ്പെട്ടാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഗുരു സ്തോത്രം ചൊല്ലുന്നത് വളരെയാണ്. അതുപോലെ മഞ്ഞച്ചരട് കഴുത്തി കെട്ടിയിടുക, അല്ലെങ്കിൽ കഴുത്തി കെട്ടി നടക്കുന്നത് കയ്യിൽ മഞ്ഞച്ചരട് കെട്ടുക എന്നൊക്കെ പറയുന്നത് വളരെ അനുകൂലമായിട്ടുള്ളൊരു ഘടകമാണ്. അതുപോലെ സ്വർണ്ണമാല ഇടുന്ന, സ്വർണ്ണമൊക്കെയുള്ള ഈ ഒരു റേഡിയേഷനിൽപ്പെട്ടാണ്, അതും വളരെ നല്ലതാണ്. അതുപോലെ കടല ശിവലിംഗത്തിൽ അർപ്പിക്കുക, ശിവലിംഗത്തിൽ കടലിടുന്നത്, അല്ലെന്നൊരിൽ കടല ദാനം ചെയ്യുക. പ്രത്യേകിച്ച് അന്ധര്, മുടന്തര്, അങ്ങനെ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ, അല്ലെന്നൊരു തൂപ്പുകാരെ, ഇങ്ങനെയുള്ള റേഡിയേഷനിൽ ലേബർ ക്ലാസ്സിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഇത് വളരെ നല്ലതാണ്. അതുപോലെ ഒരു ഇച്ചിരി പിഞ്ചോ ഈ നമ്മുടെ സാഫ്രോൺ എന്ന് പറയും, ആ കുങ്കുമം പാലിനകത്തിട്ടിട്ട് ഇടയിൽ ഇച്ചിരി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശുക്രനെയും ഈ പറഞ്ഞ മാതിരി വ്യാഴത്തെയും പോസിറ്റീവ് ആക്കാനുള്ള വളരെ അനുകൂലമായിട്ടുള്ളൊരു അതുപോലെ പേരാലിന് വെള്ളം ഒഴിക്കുന്നത് ഈ പറയുന്ന വ്യാഴത്തെ പോസിറ്റീവ് ആക്കാൻ വളരെ നല്ല കർമ്മമാണ്. അതുപോലെ ആരാധനാലയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സേവ ചെയ്യുന്നതും ഗുരുവിനെ പോസിറ്റീവ് ആക്കാനുള്ള അനുകൂലമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ റെമഡി പറയാനാണ് ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല, ഈ വേറൊരു കാര്യം എന്താണ്, നമുക്ക് നിങ്ങൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സബ്ജക്റ്റ് പഠിക്കാനോ എടുക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബൃഹന്നാടി, നക്ഷത്രാടി, വേദിക് അസ്ട്രോളജി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കൺസൾട്ടേഷനെ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന വാസ്തു റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ളത്, അങ്ങനെ എന്തെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഇതിനകത്ത് ലിങ്ക് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വരിയിൽ കോൺടാക്ട് ചെയ്യുക. അത് പിന്നെ എന്തെങ്കിലും കമൻറ്റോ കാര്യങ്ങളോ ഉണ്ടെന്ന് പറയാനെടുക്കാനും മടിക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.